ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ -2, -2 and 2, -4 respectively, find the coordinates of P such that AP equal to 3/7 AB, where P lies on the line segment AB. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ വല്ലതും മനസ്സിലായോ? ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട് ഇല്ലേ? ശരിയല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എയും ബിയും തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2, -2 ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, -4 ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ സെഗ്മെൻറ്റിൽ എവിടെയോ ആണ് പി. ശരിയല്ലേ? ഇത് റഫായിട്ടുള്ള ഫിഗറാണ് കേട്ടോ. പി എന്ന് പറഞ്ഞാൽ ഈ ലൈൻ സെഗ്മെൻറ്റിൽ എവിടെയോ ആണ് ഉള്ളത്. എ പി ഈക്വൽ ടു 3/7 AB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ പി ഈക്വൽ ടു 3/7 AB. പി കണ്ടുപിടിക്കണം അല്ലേ? പി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എ പി ഈസ്റ്റ് പി ബി ആണ്. സെക്ഷൻ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ എ പി ഡിവൈഡഡ് ബൈ പി ബി ആണ് വേണ്ടത്. ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. എ പി ഡിവൈഡ് ബൈ പി ബി തന്നിട്ടില്ല. അപ്പം ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നോളണേ. നമുക്ക് ആദ്യം തന്നെ ഈ 7 ലെഫ്റ്റ് സൈഡിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ഈ 7 ലെഫ്റ്റ് സൈഡിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലേ 7 ടൈംസ് എ പി ഈക്വൽ ടു 3 AB വരും. എഴുതിയത് ശരി തന്നെയല്ലേ? 7 അങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ 7 ടൈംസ് എ പി 7 ടൈംസ് എ പി എന്ന് തന്നെ എഴുതിയാൽ മതി. അതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. 7 ടൈംസ് എ പി ഈക്വൽ ടു 3 ടൈംസ് എ ബി അല്ലേ? ഈ ഫിഗർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. എ ബിനെ നമുക്ക് എ പി പ്ലസ് പി ബി എന്ന് എഴുതിയാൽ തെറ്റൊന്നുമില്ലല്ലോ. ശരിയല്ലേ? എ ബി എന്ന് പറഞ്ഞ ആളെ നമുക്ക് എങ്ങനെ എഴുതാം? എ പി പ്ലസ് പി ബി ആണ്. അപ്പോൾ എ ബിക്ക് പകരം ഞാൻ എഴുതാൻ പോവാണ് എ പി പ്ലസ് പി ബി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 7 ടൈംസ് എ പി ഈക്വൽ ടു ഈ 3 നമുക്ക് ഉള്ളിലോട്ട് എടുത്താലോ? 3 ടൈംസ് എ പി പ്ലസ് 3 ടൈംസ് പി ബി. 3 ഞാൻ ഉള്ളിലോട്ട് എടുത്തതാ. ഇനി ഞാൻ 3 ടൈംസ് എ പി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോക്കോട്ടെ. 3 ടൈംസ് എ പി ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്താൽ 7 ടൈംസ് എ പി മൈനസ് 3 ടൈംസ് എ പി. 3 ടൈംസ് എ പി ലെഫ്റ്റിലോട്ട് പോയി. റൈറ്റ് സൈഡിൽ 3 ടൈംസ് പി ബി എന്ന് കിട്ടും. ഇവിടെ 7 എ പി മൈനസ് 3 എ പി ചെയ്താൽ 4 എ പി. 7 മൈനസ് 3 4 അല്ലേ? 4 എ പി ഈസ് ഈക്വൽ ടു 3 പി ബി. ബ്രാക്കറ്റിൽ നിന്ന് നിർബന്ധമില്ല. അറേഞ്ച് ചെയ്താൽ എ പി ഡിവൈഡഡ് ബൈ പി ബി അല്ലേ? പി ബി ലെഫ്റ്റിലോട്ട് പോരട്ടെ. എ പി ഡിവൈഡ് ബൈ പി ബി ഈക്വൽ ടു 3/4 വരും. ഇതിങ്ങോട്ട് എടുക്കുക, 4 അങ്ങോട്ട് എടുക്കുക. എ പി ഡിവൈഡ് ബൈ പി ബി ഈക്വൽ ടു 3/4. അഥവാ എ പി ഈസ്റ്റ് പി ബി ഈക്വൽ ടു 3/4ന് 3:4 എന്ന് എഴുതാം. എ പി ഈസ്റ്റ് പി ബി 3:4 ആണ്. ഇവിടെ നോക്കിയേ, എ പി ഈസ്റ്റ് പി ബി അല്ലേ? ഇവിടെ നോക്കണേ, ശ്രദ്ധിച്ചിരിക്കുക. ഇനി നോക്കിയേ, എ പി ഈസ്റ്റ് പി ബി എത്രയാണ്? എ പി ഈസ്റ്റ് പി ബി 3:4. ഇവിടെ മുകളിൽ എഴുതാമല്ലോ അല്ലേ? എ പി ഈസ്റ്റ് പി ബി 3:4 ആയി. നമുക്കതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. 3 ഇങ്ങോട്ടൊരു ആര വരയ്ക്കുക, 4 ഇങ്ങോട്ടൊരു ആര വരയ്ക്കുക. അപ്പോൾ അത് നോക്കി എഴുതാം. പിയുടെ കോർഡിനേറ്റ്സ് യൂസിങ് സെക്ഷൻ ഫോർമുല, ആരോൻ്റെ ഡയറക്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ 3 × 2 പ്ലസ്
പിന്നെ 4 ഇൻറ്റു -2 ഇങ്ങനെ ക്രോസ് ചെയ്യുക. എക്സ് കോർഡിനേറ്റിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ 4 ഇൻറ്റു -2. താഴെ m പ്ലസ് എന്ന് പറയുമ്പോൾ 3 + 4 അല്ലേ, m പ്ലസ് എന്ന് പറയുമ്പോൾ 7 കോമ. ഇനി അതേപോലെ y കോർഡിനേറ്റിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ 3 ഇൻറ്റു -4 പ്ലസ് 4 ഇൻറ്റു -2 4 ഇൻറ്റു -2 m പ്ലസ് എന്ന് പറയുമ്പോൾ 3 + 4. സ്റ്റെപ്പുകൾ ഞാനിവിടെ എഴുതണില്ല, നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. ഇവിടെ 6 - 8 വരുന്നുണ്ട്. 6 - 8 എത്രയാ? -2/7. ഇവിടെ -12 - 8 -12 - 8 -20 -20/7 ആണ് ആൻസർ.